ഇന്ന് നമ്മൾ ചാപ്റ്റർ 5 അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ബേസിക് ഐഡിയാസും അതുപോലെ ഫസ്റ്റ് എക്സസൈസാണ് ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന പോലെ ചാപ്റ്റർ 5 കുറച്ച് ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണെന്ന് പറയാം. എസ്പെഷ്യലി ഇപ്പോൾ തേർഡ് എക്സസൈസിലെ കുറേ പോർഷൻസ് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, കുറേ പ്രോബ്ലംസ്. അപ്പോൾ അത്ര ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 5 അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ ആദ്യം നമ്മൾ വാട്ട് ഈസ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, എന്താണ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് നോക്കാം. ഡെഫിനേഷൻ സേസ് ദാറ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് where next number will be obtained by adding a fixed number to the previous number. ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. അതിലൊരു ടേം കിട്ടാനായിട്ട് തൊട്ട് മുന്നത്തെ ടേമിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ നമ്പറിൻ്റെ കൂടെ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്താൽ നെക്സ്റ്റ് നമ്പർ കിട്ടും. ഇങ്ങനെ എഴുതുന്ന കുറേ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിന് നമ്മൾ പറഞ്ഞ പേരാണെന്ത്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2, 5, 8 എക്സെട്ര 11, സപ്പോസ് വൺ മോർ പോയിന്റ്. ഇങ്ങനെ കുറേ നമ്പറുകൾ തന്നു വിചാരിക്കാം. നമുക്കറിയാം 2, 5, 8, 11 ഇതിലൊക്കെ 2ൻ്റെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ കിട്ടും. ഏതാ? 5. ഏതായിരിക്കും ആഡ് ചെയ്യേണ്ട നമ്പർ? 3 അല്ലേ? 2 + 3 അതാണ് എത്ര? 5 എന്ന് പറയുന്നത്. 5 + 3 അതായിരിക്കും ഏത് വരിക? 8. 8 + 3 അതായിരിക്കും ഏത് വരിക? 11. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സൊക്കെ ഒരു ഓർഡറിലാണ് വരുന്നത്. എന്താ അതിൻ്റെ ഓർഡർ? ഒരു നമ്പറിൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ കിട്ടും അല്ലേ? അങ്ങനെ ഈ ഓർഡറിലാണ് വന്നിട്ടുള്ളതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് പറയാം. ഇതിൽ ഓരോ നമ്പറിന് നമ്മൾ പറഞ്ഞ പേരാണ് ടേം ഓഫ് എൻ AP. ഇതിൽ 2 എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേം ആണ്. അതിന് നമ്മൾ A1 അല്ലെങ്കിൽ A രണ്ടുപേരും പറയും. A എന്ന് പറഞ്ഞാലും A1 എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് തന്നെയാണ് APയിൽ. A1 അല്ലെങ്കിൽ T1, A അല്ലെങ്കിൽ T നമ്മൾ ടേമിന് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ A1 എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേം, A2 എന്ന് പറഞ്ഞ സെക്കൻഡ് ടേം, A3 എന്ന് പറഞ്ഞ തേർഡ് ടേം, A4 എന്ന് പറഞ്ഞ ഫോർത്ത് ടേം. ഇങ്ങനെ നമുക്ക് nth ടേം ആണെങ്കിൽ അതിനെ AN എന്ന് പറയും. ജനറലായിട്ട് nth ടേമിനെ നമ്മൾ പറയാം AN എന്ന് പറയും. ഇതാണ് ടേംസ് ഓഫ് ആൻ AP എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേമിനെ നമ്മൾ A1 അല്ലെങ്കിൽ A എന്നും പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. ഇറ്റ് ഈസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേമിനെ റെപ്രസെൻ്റ് ചെയ്യാൻ A2 എന്ന് ഉപയോഗിക്കും. തേർഡ് ടേം A3. എക്ക് പകരം ചില ബുക്സിൽ T എന്നും കൂടി ലെറ്ററും കൂടി ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ ഇതൊരു AP ആണെന്ന് പറയാം. വേറെ എക്സാമ്പിൾ പറയണം. 5, 7, 10, 12 ഈ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഒരു AP ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്തുകൊണ്ടാണ് അത് AP ആവാതിരിക്കാൻ കാരണം? 5 + 2 ആണ് എത്ര? 7. 7 + 3 ആണ് എത്ര? 10. 10 + 2 ആണ് എത്ര? 12. അപ്പോൾ ഇവിടെ ഒരു ഓർഡർ ഇല്ല ആഡ് ചെയ്യാനായിട്ട് അല്ലേ? നമ്പേഴ്സ് ആഡ് ചെയ്യേണ്ടത് ഒരു പെർട്ടിക്കുലർ നമ്പർ അല്ല, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് നമ്പർ അല്ല. അതുകൊണ്ട് ഈ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എന്താണെന്ന് പറയാൻ പറ്റില്ല, AP ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു AP ആവണമെങ്കിലുള്ള ബേസിക് കണ്ടീഷൻ എന്താ? there should be a fixed number should be added to get the next number. എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്താൽ നെക്സ്റ്റ് നമ്പർ, അങ്ങനെ എല്ലാ കേസിലും ആഡ് ചെയ്യേണ്ട നമ്പർ സെയിം ആയിരിക്കണം. അങ്ങനെ ആഡ് ചെയ്യേണ്ട നമ്പർ ഫിക്സഡ് നമ്പർ സെയിം ആണെങ്കിൽ ആ നമ്പറിനെ നമ്മൾ പറഞ്ഞ പേരാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയും. സോ കോമൺ ഡിഫറൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് D. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതാ? D. അപ്പോൾ ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ അതൊരു AP ആണെന്ന് പറയാം. ആ കോമൺ ഡിഫറൻസിന് നമ്മൾ പറഞ്ഞ പേരാണ് D. അപ്പോൾ ഇവിടുത്തെ ഈ ഫിക്സഡ് നമ്പർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഈ കേസിൽ D എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? 3 ആയിരിക്കും വരിക. അപ്പോൾ ഇതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. 2-3 എക്സാമ്പിൾസ് വേറെ പറയാം. 1, 5, 9, 13 എക്സെട്ര 17, 15, 13, 11 എക്സെട്ര. ഇതൊരു AP ആണോ എന്ന് ചോദിച്ചാൽ യെസ്. എന്താ കാരണം? 1ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ 5 കിട്ടും. 5ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ 9 കിട്ടും. 9ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ 13 കിട്ടും. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ടേം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? A1 അല്ലെങ്കിൽ A.
ഈസ് ഈക്വൽ ടു ഏതായിരിക്കും പറയാ 1. കോമൺ ഡിഫറൻസ് ഏതാന്ന് ചോദിച്ചാൽ 1 + 4 ആണ് എത്ര 5 അല്ലേ. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുല എങ്ങനെ പറയാം, A2 - A1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും. അതായത് 5 - 1, വാട്ട് ഈസ് 5 - 1 4, അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് വരും. അല്ലെങ്കിൽ A3 - A2 എന്ന് പറയാം. A3 - A2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ വരിക, 9 - 5, അപ്പോഴേത് തന്നെയാണ് വരിക, 4 തന്നെയാണ് അല്ലേ. അല്ലെങ്കിൽ A4 - A3, അപ്പോൾ ഒരു നമ്പറിൽ നിന്ന് തൊട്ട് മുന്നത്തെ നമ്പർ മൈനസ് ചെയ്യുമ്പോഴൊക്കെ എന്ത് കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും. അത് ഏത് ടേം വേണമെങ്കിൽ മൈനസ് ചെയ്യാം. A4 ആണെങ്കിൽ A3 മൈനസ് ചെയ്യണം, A3 ആണെങ്കിൽ A2 മൈനസ് ചെയ്യണം. അതുപോലെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഈ എക്സാമ്പിളിൽ A എന്ന് പറഞ്ഞാൽ 1 ആണ്, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതാ 4 ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഈ സെക്കൻഡ് എക്സാമ്പിളിൽ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഏതാ 17 ആണ് അല്ലേ. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതാ വരിക, D ഈസ് ഈക്വൽ ടു 15 - 17. കോമൺ ഡിഫറൻസ് കാണാൻ ഒരു ടേമിൽ നിന്ന് തൊട്ട് മുന്നത്തെ ടേം എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 15 - 17 നമുക്കറിയാം, 15 - 17 എന്ന് പറഞ്ഞാൽ എത്രയാണ്, -2. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ ഏതാ വരിക, -2 ആണ്. അത് 13 - 15 ചെയ്താലും ഏതന്നെ വരിക, -2 തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് AP തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതാ, ഫസ്റ്റ് AP ഇൻക്രീസിങ് ആണ്, നമ്പർ ആഡ് ചെയ്ത് വരുമ്പോൾ എന്താ പറയുക, ഇൻക്രീസ് ചെയ്ത് വരുന്നു. രണ്ടാമത്തെ AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വരിക, AP എന്ത് ചെയ്യണേ, ഡിക്രീസ് ചെയ്യാണ് ചെയ്യണേ, നമ്പേഴ്സ് ചെറുതായി വരികയാണ് അല്ലേ. സോ ഇറ്റ് ഈസ് ഡിക്രീസിങ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താ, ഫസ്റ്റ് APയുടെ കോമൺ ഡിഫറൻസ് എന്താ വന്നേ, പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് APയിലെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതാ, നെഗറ്റീവ്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഒരു AP ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കോമൺ ഡിഫറൻസ് പോസിറ്റീവ് ആയിരിക്കും, ഒരു AP ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കോമൺ ഡിഫറൻസ് ഏതായിരിക്കും, നെഗറ്റീവ് ആണ്. അപ്പോൾ ഒരു AP കണ്ടാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം, അത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കോമൺ ഡിഫറൻസ് പോസിറ്റീവ് ആയിരിക്കും, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇതൊക്കെയാണ് ബേസിക് ഐഡിയാസ് നമുക്ക് APനെ കുറിച്ച് അറിയേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടേമിന് A എന്ന് പറയും, കോമൺ ഡിഫറൻസ് D എന്ന് പറയും. ഇനി nth ടേം അതിനെ നമ്മൾ ജനറൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, AN. nth ടേമിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം AN ആണ്. ഇനി ഒരു APയിൽ ഒരു ടേം കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേംസ് എങ്ങനെ കണ്ടുപിടിക്കാം, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 3 എന്ന് പറയുന്ന ഫസ്റ്റ് ടേം അറിയാം, കോമൺ ഡിഫറൻസ് അവർ പറയണു 4 ആണെന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ടേം എന്ന് ചോദിച്ചാൽ എങ്ങനെ കാണാം, ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. 3 + 4 വാട്ട് ഇറ്റ് വിൽ ബി 7. ആ 7 + 4 വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ടേം 11. ഇങ്ങനെ നമുക്ക് നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെ പറയും, ഫസ്റ്റ് ടേം A ആണെങ്കിൽ ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയാം, ഫസ്റ്റ് ടേം A ആണെങ്കിൽ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ A പ്ലസ് ഏതായിരിക്കും വരിക, D. ശരിയല്ലേ, ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതായിരിക്കും സെക്കൻഡ് ടേം. ഇനി അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താണ് നെക്സ്റ്റ് ടേം വരിക. അപ്പോൾ A + D + D എന്നാ വരിക. എന്ന് പറഞ്ഞാൽ ഏതാ വരിക, A + D + D എന്ന് പറഞ്ഞാൽ എന്തായി, 2D. അപ്പോൾ ജനറൽ ആയിട്ട് ടേം റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു APയുടെ എങ്ങനെയാ പറയുക, ഫസ്റ്റ് ടേം A, നെക്സ്റ്റ് ടേം ഏതായിരിക്കും A + D, നെക്സ്റ്റ് ടേം ഏതായിരിക്കും A + 2D. ഇങ്ങനെയാണ് ഒരു ജനറൽ ടേംസ് ഓഫ് എൻ AP നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി അതിലെ കുറച്ച് പ്രോബ്ലംസ് ഫസ്റ്റ് എക്സസൈസിൽ നമുക്ക് നോക്കാം. എക്സസൈസ് 5.1 കുറച്ച് വേർഡ് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഐ ഷാൽ എക്സ്പ്ലെയിൻ. ഓക്കെ, in which of the following situations does the list of numbers involved make an arithmetic progression and why? തന്നിട്ടുള്ളതിൽ ഏതൊക്കെ കേസിലാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആവുക, അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടാക്സി ഫെയർ ആഫ്റ്റർ ഈച്ച് കിലോമീറ്റർ വെൻ ദ ഫെയർ ഈസ് ₹15 for the first kilometer and ₹8 for each additional kilometer. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു AP ആണോ അല്ലേന്ന് ആദ്യം പറയണം, എന്താ അതിൻ്റെ റീസൺ എന്നും പറയണം. പറയുന്നത് ടാക്സി ഫെയറിലെ ദ ഫെയർ ഈസ് ₹15, ആദ്യത്തെ ഫെയർ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയണത് ₹15 ആണെന്ന് പറയണം. ദെയർ ആഫ്റ്റർ ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും
8 rupees it should be added. അപ്പോൾ മിനിമം ചാർജ് പോലെ ബേസിക് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 15 ആണ്. അതിൻ്റെ കൂടെ 8 rupees ആഡ് ചെയ്താൽ നെക്സ്റ്റ് കിട്ടും. സോ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് വാല്യൂ? 15 പ്ലസ് 8, അതായിരിക്കും സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എമൗണ്ട് 15 ആണെങ്കിൽ നെക്സ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഏതാ? 15 പ്ലസ് 8 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 23. ഇതായിരിക്കും സെക്കൻഡ് വാല്യൂ വരിക. ഇനി എന്താ, നെക്സ്റ്റ് കിലോമീറ്റർ ആകുമ്പോൾ വീണ്ടും എന്താ ആഡ് ചെയ്യണം? ഒരു 8 കൂടി ആഡ് ചെയ്യണം അല്ലേ? സോ 8 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ 23 പ്ലസ് 8, വാട്ട് ഇറ്റ് വിൽ ബി? 31. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി ചോദിച്ചിട്ടുള്ളത് ഇതൊരു AP ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇസ് ഇറ്റ് ആൻ AP? യെസ്. വൈ ഇറ്റ് ഈസ് ആൻ AP? നിങ്ങൾക്കറിയാം, ഇതിൽ ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും 8 rupees വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ? ആഡ് ചെയ്യണത്. അപ്പോൾ അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. ഏതാണ് ആ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്? 8. അതുകൊണ്ട് ദിസ് ഈസ് ആൻ AP. അപ്പോൾ എന്താ ആൻസർ എഴുതാം? യെസ്, ഇറ്റ് ഈസ് ആൻ AP. വാട്ട്സ് ദ റീസൺ? ദർ ഈസ് എ കോമൺ ഡിഫറൻസ് 8. 8 ആണ് അവിടെ കോമൺ ഡിഫറൻസ്. അങ്ങനെ ഒരു കോമൺ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഒരു ഫിക്സഡ് നമ്പറാണ് അവിടെ ആഡ് ചെയ്ത് പോണത് അല്ലേ? അതുകൊണ്ട് അതൊരു AP ആണെന്ന് പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഓഫ് എയർ പ്രസന്റ് ഇൻ എ സിലിണ്ടർ വെൻ എ വാക്വം പമ്പ് റിമൂവ്സ് 1/4 ഓഫ് എയർ റിമൈനിങ് ഇൻ ദ സിലിണ്ടർ അറ്റ് എ ടൈം. അപ്പോൾ ആലോചിക്കേണ്ടത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് X ആണ് നമ്മുടെ വോളിയം എന്ന് വിചാരിക്കാം. എമൗണ്ട് ഓഫ് എയർ അതെന്താണെന്ന് വിചാരിക്കുക? X ആണെന്ന് കരുതും. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് 1/4 ഓഫ് ദ എയർ റിമൈനിങ് ഇൻ ദ സിലിണ്ടർ അറ്റ് എ ടൈം. നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ എന്ത് ചെയ്യണം? 1/4 ഓഫ് എയർ ഷുഡ് ബി റിമൂവ്ഡ്. രണ്ടാമത്തെ കേസ് എങ്ങനെ എടുക്കണേ? ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കാം. എമൗണ്ട് ഓഫ് എയർ പ്രസന്റ് ഇൻ എ സിലിണ്ടർ വെൻ എ വാക്വം പമ്പ് റിമൂവ്സ് 1/4 ഓഫ് എയർ റിമൈനിങ് ഇൻ ദ സിലിണ്ടർ അറ്റ് എ ടൈം. അപ്പോൾ ഓരോ പ്രാവശ്യം മുമ്പുണ്ടായിരുന്ന എയറിൻ്റെ 1/4 ഓഫ് എയർ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന എയർ X ആണെങ്കിൽ നെക്സ്റ്റ് എയർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? അതിൻ്റെ 1/4 എയർ അതിൽ നിന്ന് റിമൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ എക്സിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ചെയ്യുക. എത്രയാണ് റിമൂവ് ചെയ്യേണ്ടത്? 1/4 ഓഫ് എയർ ടോട്ടൽ എത്രയാ? X. അപ്പോൾ എക്സിൻ്റെ 1/4 പോർഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതായിരിക്കും രണ്ടാമത്തെ കേസിൽ വരുന്ന എയർ. ഇസ് ഇറ്റ് ക്ലിയർ? രണ്ടാമത്തെ കേസിൽ എങ്ങനെ ചെയ്യണമെന്നാ പറഞ്ഞേ? ആദ്യം ഉണ്ടായിരുന്ന എയർ എന്ന് പറഞ്ഞാൽ എത്രയാ? X. അതിൻ്റെ 1/4 പോർഷൻ, എക്സിൻ്റെ 1/4 പോർഷൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 1/4 ഓഫ് X. അത് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ചെയ്യുക. അതായിരിക്കും രണ്ടാമത്തെ കേസിൽ വരുന്ന എയറിൻ്റെ കേസ്, എയറിൻ്റെ വോളിയം വരിക. അപ്പോൾ ആദ്യത്തെ കേസിൽ X ആണെങ്കിൽ രണ്ടാമത്തെ കേസിൽ വരിക X മൈനസ് 1/4 X ആണ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് X ഉണ്ട് അല്ലേ? അതിനെ നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ X കോമൺ ആയിട്ട് എടുത്താൽ 1, 1/4 X കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1/4. അതായത് X ഇൻറ്റു 1 മൈനസ് 1/4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര വരിക? 3/4. LC എടുത്ത് ചെയ്യാം. 1 ഇൻറ്റു 4 4, 4 മൈനസ് 1 3, then 3/4. അപ്പോൾ X ഇൻറ്റു 3/4. രണ്ടാമത്തെ കേസിൽ എയർ റിമെയിൻ ചെയ്തത് എത്രയായിരിക്കും വരിക? 3/4 X ആയിരിക്കും ഉണ്ടായിരിക്കുക രണ്ടാമത്തെ കേസിൽ. അപ്പോൾ ആദ്യത്തെ കേസിൽ എയർ X ആണെങ്കിൽ രണ്ടാമത്തെ കേസിൽ അതിൻ്റെ 1/4 X റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ 1/4 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക? 3/4 ഓഫ് X. നെക്സ്റ്റ് വാല്യൂ കാണുമ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള എയറിൻ്റെ 1/4 ഇനി എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ദെൻ വാട്ട് ഇറ്റ് വിൽ ബി? 3/4 ഓഫ് എക്സിൻ്റെ എന്ത് ചെയ്യണം? 1/4 ഓഫ് മുമ്പുണ്ടായിരുന്ന എയർ എത്രയാ? 3/4 ഓഫ് X. അതിൻ്റെ 1/4 എന്ന് പറയണേ. അപ്പോൾ എന്താ വരിക? 1/4 ഇൻറ്റു മുമ്പുണ്ടായിരുന്ന എയർ എത്ര റിമെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? 3/4 X. അപ്പോൾ മുമ്പുണ്ടായിരുന്ന എയറിൻ്റെ 1/4 എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ചെയ്യുക. ഇതായിരിക്കും തേർഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ വാല്യൂ X ആണെങ്കിൽ രണ്ടാമത്തെ വാല്യൂ ഏതാ? 3/4 X. അടുത്ത വാല്യൂ കിട്ടാൻ മുമ്പുണ്ടായിരുന്ന എയർ എത്രയാ? 3/4 X. അതിൻ്റെ 1/4 നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതാ? മൈനസ് ചെയ്യണം. സോ ഇറ്റ് വിൽ ബി 3/4 X മൈനസ് 1 ഇൻറ്റു 3 3, 4 ഇൻറ്റു 4 16 X അല്ലേ?
ഇതിൽ കോമൺ ആയിട്ട് 3/4x വേണമെങ്കിൽ കോമൺ ആയിട്ട് പുറത്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ബാക്കി 3/4x പോയി കഴിഞ്ഞാൽ അവിടെ 1 ഉണ്ടായിരിക്കുള്ളൂ. മൈനസ് 3/16 3/4 പോയാൽ ബാക്കി അവിടെ നമുക്കറിയാം 16 എന്ന് പറഞ്ഞാൽ 4 × 4 ആണ്. ഒരു 4 പോയി കഴിഞ്ഞാൽ 3 അല്ല, ബാക്കി അവിടെ എന്തുണ്ടാവുക 1/4 ആയിരിക്കും ബാക്കി വരിക. ഒന്നുകൂടി പറയാം, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് 3 ഉണ്ട്, എക്സ് ഉണ്ട്, അത് പുറത്തെടുത്തു. 16ലും 4ലും കോമൺ ആയിട്ട് 4 ഉണ്ട്, അപ്പോൾ 4ഉം പുറത്തെടുത്തു. ഇതിലുള്ള മൊത്തം ടേം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായി മാറും? 1 ആയിട്ട് മാറി. മൈനസ് 3/16xലെ 3xഉം ബൈ 4ഉം പുറത്തു പോയി. ഇനി 16ൽ ബാക്കി ഉണ്ടാവുക ഏതാ? 4 × 4 ആണ് 16, അപ്പോൾ 4 ബാക്കി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുക 3/4x × 1 - 1/4 എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ 3/4 വരും അല്ലേ. എന്ന് പറഞ്ഞാൽ 3 × 3 9, 9/16x എന്നാണ് വരും. അപ്പോൾ തേർഡ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 9/16x. അതായിരിക്കും തേർഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ ആദ്യത്തെ വാല്യൂ എക്സ്, രണ്ടാമത്തെ വാല്യൂ 3/4x, മൂന്നാമത്തെ വാല്യൂ 9/16x. ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്കറിയാം 3/4x എക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. 3/4 - 1 അല്ലേ, ദാറ്റ് ഈസ് x × 3. 1 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 / 4. ദാറ്റ് മീൻസ് x × -1/4 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ ഏതാ വരിക? -1/4x. അതായിരിക്കും ഇവിടുത്തെ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക -1/4x ആണ്. ഇനി തേർഡ് ടേം സെക്കൻഡ് ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ദിസ്. 9/16x 3/4x ഇതാണ് മൈനസ് ചെയ്യേണ്ടത്. ഇവിടെ എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്തു എന്ന് വിചാരിക്കാം. 3/4ഉം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ബാക്കി എവിടെ ഉണ്ടാവുക? 3x. 3/4ലെ 3 പുറത്തേക്ക് എടുത്താൽ ബാക്കി അവിടെ 3 ഉണ്ടാവും. 16ലെ 4 പുറത്തെടുത്താൽ ബാക്കി ഏതുണ്ടാവുക? 4 ഉണ്ടാവും. ഇവിടെ 3/4x കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ബാക്കി അവിടെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ 3/4x × 3/4 - 1 എന്ന് പറഞ്ഞാൽ 3 - 1 × 4 എന്ന് പറഞ്ഞാൽ -4 /4. ഇങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വരിക. എന്ന് പറഞ്ഞാൽ 3/4x × 3 - 4 എന്ന് പറഞ്ഞാൽ -1/4 വിച്ച് ഈസ് ഈക്വൽ ടു 3/4 മൾട്ടിപ്ലൈ ചെയ്യാം. നെഗറ്റീവ് × പോസിറ്റീവ് -3x. 4 × 4 16. എന്താ വരിക? -3x/16. മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ സെക്കൻഡ് ടേം ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ -1/4x ആണ്. തേർഡ് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ -3x/16. അപ്പോൾ ഇവിടെ നമുക്കൊരു കോമൺ ഡിഫറൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. രണ്ട് കേസിലും ഡിഫറൻസ് വേറെ വേറെയാണ് വന്നത്. അതുകൊണ്ട് ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരിക്കില്ല? ഇറ്റ് ഈസ് നോട്ട് ആൻ AP. ചെയ്യാനായിട്ട് ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. സിംപ്ലിഫിക്കേഷനൊക്കെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാം. അപ്പോൾ അതിൽ ആൻസർ വരുമ്പോൾ എന്താ പറയുക? ഇറ്റ് ഈസ് നോട്ട് ആൻ AP. എന്താ അതിൻ്റെ റീസൺ പറയാം? D1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡിഫറൻസ് -1/4x ആണെങ്കിൽ രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞത് ഏതാ? -3x/16. ഇത് രണ്ടും സെയിം അല്ല. അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് അത് എന്തല്ല? ഒരു AP അല്ല. അങ്ങനെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. തേർഡ് ക്വസ്റ്റ്യൻ, കോസ്റ്റ് ഓഫ് ഡിഗിങ് എ വെൽ ആഫ്റ്റർ എവറി മീറ്റർ ഓഫ് ഡിഗിങ് when it cost ₹150 for the first meter. സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ പറയണത് കോസ്റ്റ് ഓഫ് ഡിഗിങ് എ വെൽ ആഫ്റ്റർ എവറി മീറ്റർ ഓഫ് ഡിഗിങ്. ആദ്യത്തെ കോസ്റ്റ് പറയണത് ഒരു ₹150 എന്ന് പറയണം ഫസ്റ്റ് കേസിൽ. രണ്ടാമത്തെ കേസിൽ പറയണത് ഫോർ ഫസ്റ്റ് മീറ്റർ ഇറ്റ് ഈസ് ₹150 ആണെങ്കിൽ ആൻഡ് റൈസസ് ബൈ ₹15 ഈച്ച് സബ്സീക്വൻറ്റ് മീറ്റർ. ഓരോ മീറ്റർ കഴിയുമ്പോഴും ₹50 എന്ത് ചെയ്യണമെന്ന് പറയണത്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മീറ്ററിന് എത്രയാണ്? 150 ആണ്.
സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 150യുടെ കൂടെ ഒരു മീറ്റർ കഴിയുമ്പോൾ എത്ര റുപ്പീസ് ആഡ് ചെയ്യണം? 50. സോ 150 പ്ലസ് 50. സോ ഫസ്റ്റ് വാല്യൂ 150 ആണെങ്കിൽ നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 150 പ്ലസ് 50 എന്ന് പറഞ്ഞാൽ എത്രയാ? 200 ആണ്. നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 200 പ്ലസ് 50 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 250. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ദർ ഈസ് എ കോമൺ ഡിഫറൻസ് അല്ലേ? ഓരോ കേസിൽ എത്രയാണ് നമ്മൾ ആഡ് ചെയ്യണത്? 50 ആണ് ആഡ് ചെയ്യണത്. അപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. വിച്ച് ഈസ് ദ കോമൺ ഡിഫറൻസ്? 50. അതുകൊണ്ട് അത് എന്താന്ന് പറയാം? ഒരു AP ആണെന്ന് പറയാം. കാരണം അവിടെ ഒരു ഫിക്സഡ് നമ്പറാണ് ആഡ് ചെയ്യണത്. സോ ദർ ഈസ് എ കോമൺ ഡിഫറൻസ്. വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ്? 50. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ആൻ AP. ഫോർത്ത് ക്വസ്റ്റ്യൻ പറയണം. The amount of money in the account every year when 10,000 is deposited at compound interest at 8% per annum. ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിക്കേണ്ട ഒരു പ്രോബ്ലം ആണ്. അതായത് അവർ പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നാണ്. വാട്ട് ഈസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? യു മസ്റ്റ് ഹാവ് സം ഐഡിയ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. എന്നാലാണ് അത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈച്ച് ഇയർ എവറി ഇയർ ദ പ്രിൻസിപ്പൽ വാല്യൂ വിൽ ബി സെയിം. അതായത് 2 വർഷത്തേക്കായാലും 3 വർഷത്തേക്കായാലും സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എന്താ ചെയ്യാം? ഒരു വർഷം കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രിൻസിപ്പൽ വാല്യൂൻ്റെ കൂടെ അതിൻ്റെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഇയറിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചേഞ്ച് ചെയ്യും? ഇൻട്രസ്റ്റ് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഇൻട്രസ്റ്റ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കില്ല? ഒരു AP ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. 10,000 റുപ്പീസാണ് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യത്തെ എമൗണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ P1 എടുക്കാം. അത് 10,000 ആണെങ്കിൽ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുള്ള 8% ആണ്. അപ്പോൾ 10,000ൻ്റെ 8% എന്ന് പറഞ്ഞാൽ 8/100. സീറോസ് കട്ട് ചെയ്യുകയാണെങ്കിൽ 800 റുപ്പീസ് നമുക്ക് കിട്ടും. ഇതാണ് 1 ഇയർ കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഇൻട്രസ്റ്റ്. അതാണ് 800 റുപ്പീസ്. 800 എന്ന് പറഞ്ഞാൽ 1 ഇയർ കഴിയുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 800 ആണ്. I1 എന്ന് പറയും, ഇൻട്രസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ഇയർ. ഇനി സെക്കൻഡ് ഇയർ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ വാല്യൂ അതായത് P1 അതിൻ്റെ കൂടെ ഏത് ആഡ് ചെയ്യണം? ഫസ്റ്റ് ഇയറിൻ്റെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 10,000 റുപ്പീസ് ഉണ്ടായിരുന്നത് നെക്സ്റ്റ് ഇയറിൽ 10,000 പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 800 ആഡ് ചെയ്യുമ്പോൾ എമൗണ്ട് ചേഞ്ച് ചെയ്തിട്ട് 10,800 റുപ്പീസ് എന്ന് മാറും. ഇതായിരിക്കും സെക്കൻഡ് ഇയറിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ P2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10,800 ആയിരിക്കും വരിക. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ എമൗണ്ട്, അതാണ് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. എത്രയായിരിക്കും? 10,800. ഇപ്പോൾ മനസ്സിലാക്കേണ്ടതാണ്, ഫസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എമൗണ്ട് 10,000 ആണെങ്കിൽ സെക്കൻഡ് ഇയറിലെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ എമൗണ്ട് ഇൻക്രീസ് ചെയ്തു. എത്രയായി മാറി? 10,800 ആയി. ഇനി അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ I2 സെക്കൻഡ് ഇയറിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏത് എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യണേ? 10,000 അല്ല, എമൗണ്ട് ചേഞ്ച് ചെയ്ത് എന്തായി? 10,800 ആയി മാറി. അങ്ങനെ അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8/100. വീണ്ടും സീറോസ് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ 108 × 8 എന്ന് വരും അല്ലേ? അപ്പോൾ 864 റുപ്പീസ് സെക്കൻഡ് ഇയറിൽ എന്തായിട്ട് വരും? ഇൻട്രസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത്തെ സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 864. അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ തന്നെ നമുക്കറിയാം ഇതൊരു AP ആവില്ല. വാട്ട് ഇസ് ദ റീസൺ? ഐ ഷാൽ ടെൽ. അപ്പോൾ ആദ്യത്തെ കേസിൽ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10,000 ആണ് അല്ലേ? സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറിയത്? 10,800 ആയിട്ട് മാറി. തേർഡ് ഇയർ അതായത് P3 നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയറിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാ? P2 അതിൻ്റെ കൂടെ ഏത് ആഡ് ചെയ്യണം? സെക്കൻഡ് ഇയറിൻ്റെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണം.
സെക്കൻഡ് ഇയറിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എത്രയായിരുന്നു? 10,800 ആയിരുന്നു. അതിൻ്റെ കൂടെ സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 864 ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ഇയറിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കിട്ടുക. തേർഡ് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10,800ൻ്റെ കൂടെ 864 ആഡ് ചെയ്യുമ്പോൾ 11,664 റുപ്പീസ് എന്ന് വരും. അതായിരിക്കും തേർഡ് ഇയറിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ തേർഡ് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ വാല്യൂ. അപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10,000 ആണ്. സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എമൗണ്ട് എത്രയായി? 10,800 ആയി. തേർഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയറിൻ്റെ ലാസ്റ്റിൽ എമൗണ്ട് എത്ര വരിക? 11,664. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതൊരു AP അല്ല എന്ന് പറയാം. കാരണം എന്താ? ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെയും രണ്ടാമത്തെയും വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 800 ആണ് അല്ലേ? തേർഡ് വാല്യൂം സെക്കൻഡ് വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്ന് ഇത് മൈനസ് ചെയ്യാം. അത് ഏതായിരിക്കും വരിക? ഈ ഇൻട്രസ്റ്റ് ആയിരിക്കും വരിക അല്ലേ? എത്രയായിരിക്കും വരിക? 864 ആണ് സെക്കൻഡ് ഇയറിൻ്റെ രണ്ടാമത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. എത്ര? 864 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുമ്പോൾ 800 ആണ്. തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്താൽ 864 ആണ്. ഇത് രണ്ടും ഈക്വൽ അല്ല. സോ ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. രണ്ടും രണ്ട് വാല്യൂ ആണ് വരുന്നത്. കോമൺ ആയിട്ട് അവിടെ ഒരു ഡിഫറൻസ് വരില്ല. അതുകൊണ്ട് അത് എന്തായിരിക്കില്ല? AP ആയിരിക്കില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിലൊക്കെ ഓരോ ഇയർ കഴിയുമ്പോഴും ഇൻട്രസ്റ്റ് കൂടി കൂടി വരും. അപ്പോൾ അത് എപ്പോഴും ഈക്വൽ ആയിട്ടല്ല വരും. അതുകൊണ്ട് അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ AP. എന്താ കാരണം? D1 ഫസ്റ്റ് ഡിഫറൻസ് 800 ആണെങ്കിൽ സെക്കൻഡ് ഡിഫറൻസ് എത്രയാണ്? 864. ഇനി തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു AP ആണെന്ന് ചോദിച്ചാൽ യെസ്. അതെന്താ റീസൺ? ആദ്യത്തെ ഇയറിൻ്റെ വാല്യൂ സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റും തേർഡ് ഇയറിലെ ഇൻട്രസ്റ്റും ഒക്കെ സെയിം ആയിരിക്കും. കാരണം സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മളെപ്പോഴും പ്രിൻസിപ്പൽ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. 10,000 ആണ് ആദ്യത്തെ ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണതും ഏതിന് ബേസ് ചെയ്തിട്ടാണ്? 10,000 തന്നെയാണ്. തേർഡ് ഇയറും ഏതിന് ബേസ് ചെയ്തിട്ട് തന്നെയാണ്? 10,000. അപ്പോൾ അവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യില്ല. സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഓരോ വർഷത്തെ ഇൻട്രസ്റ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഓൾ ദ ഇയർ വിൽ ഹാവ് ഇൻട്രസ്റ്റ് 800. എല്ലാ ഇയറിലും 800 തന്നെയായിരിക്കും എന്ത് വരിക? ഇൻട്രസ്റ്റ് വരും. അതുകൊണ്ട് അതൊരു AP ആയിരിക്കും. വൈ ഇറ്റ് ഈസ് നോട്ട് ആൻ AP എന്ന് ചോദിച്ചാൽ ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കില്ല. കാരണം ഓരോ വർഷവും വരുന്ന ഇൻട്രസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ AP. അതാണ് അതിൻ്റെ റീസൺ. മെയിൻ ക്വസ്റ്റ്യൻ 2 ഇനി പറയുന്നത്, റൈറ്റ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് എൻ AP when the first term A and common difference D are given as follows. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്, സെക്കൻഡ് മെയിൻ ക്വസ്റ്റ്യൻ they are giving like this. 4 ടേംസ് ഓഫ് എൻ AP എഴുതാൻ പറയണം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ A is equal to 10, D is equal to 10. നമുക്കറിയാം നെക്സ്റ്റ് 4 ടേംസ് ടോട്ടൽ 4 ടേംസ് എഴുതാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടേം 10 ആണെങ്കിൽ 10ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ? നെക്സ്റ്റ് കിട്ടാനായിട്ട് 10 + 10 എത്രയായിരിക്കും വരിക? 20. നെക്സ്റ്റ് എന്താ വരിക? 20 + 10 എത്രയാ? 30. നെക്സ്റ്റ് വാട്ട് ഇറ്റ് വിൽ ബി? 40. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതായിരിക്കും ഫസ്റ്റ് 4 ടേംസ് കാണുക. വെറുതെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ A is equal to -2, D is equal to 0. ഇവിടെ ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം -2, നെക്സ്റ്റ് ടേം കാണണമെങ്കിൽ -2 + 0 അല്ലേ? എന്ന് പറഞ്ഞാൽ അവിടെ ചേഞ്ച് വരുമോ? ഇല്ല. അപ്പോൾ കോമൺ ഡിഫറൻസ് 0 ആണെങ്കിൽ there won't be any change. Still it will be an AP. AP തന്നെയാണ്, പക്ഷെ അവിടെ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ 0 ആഡ് ചെയ്താൽ there won't be any change. അപ്പോൾ ഏതൊക്കെയായിരിക്കും ഫസ്റ്റ് 4 ടേംസ് എന്ന് പറഞ്ഞാൽ? -2, -2, -2, -2 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് A is equal to 4 and D is equal to -3. ഇതാണ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? A എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ആദ്യത്തെ ടേം 4 ആണെങ്കിൽ നെക്സ്റ്റ് ടേം എന്ത് ചെയ്യണം? 4 + -3. അപ്പോൾ ഫസ്റ്റ് ടേം 4, നെക്സ്റ്റ് 4 + -3 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക?
4ന്ന് 3 മൈനസ് ചെയ്യണം അല്ലേ, 1 വരും. നെക്സ്റ്റ് ടേം കിട്ടണമെങ്കിൽ ഈ 1ൻ്റെ കൂടെ ഏത് ആഡ് ചെയ്യണം, -3 ആഡ് ചെയ്യണം. 1 പ്ലസ് -3 എന്ന് പറഞ്ഞാൽ എത്ര വരിക, ഗ്രേറ്റർ നമ്പറിന് ലെസ് നമ്പർ മൈനസ് ചെയ്ത് ഗ്രേറ്റർ നമ്പറിൻ്റെ സൈൻ ഇടണം. അപ്പോൾ എത്ര വരും, -2. നെക്സ്റ്റ് ഏതാ വരിക, -2 പ്ലസ് -3 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക, -5. അപ്പോൾ ഫസ്റ്റ് 4 ടേംസ് എഴുതാൻ പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും വരിക, 4, നെക്സ്റ്റ് ഇറ്റ് വിൽ ബി 1, നെക്സ്റ്റ് -2, നെക്സ്റ്റ് ഇറ്റ് ഈസ് -5 എക്സിട്ര. ഇങ്ങനെയുള്ള ഓരോ ടേമുകൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ചോദിച്ചിട്ടുള്ളത് അവർ ആകെ എത്ര ടേംസാണ്, 4 ടേം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 4, 1, -2, -5. ഇനി 4th ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്, അതിലെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാനായിട്ടുള്ളത്. ഒരു പ്രോബ്ലം കൂടി വേണമെങ്കിൽ ചെയ്യാം. 4th ക്വസ്റ്റ്യൻ, a is equal to -1, d is equal to half. ഇവിടെ ചെയ്യുമ്പോൾ ആദ്യത്തെ ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് 1/2 ആഡ് ചെയ്യുകയാണെങ്കിൽ LC എടുക്കണം അല്ലേ. 2 × -1 എന്ന് പറയുക, -2 പ്ലസ് 1/2. പിന്നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് 1 ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈക്വൽ ടു -2 പ്ലസ് 1 വിൽ ബി -1/2. സോ ഇറ്റ് വിൽ ബി -1/2. സോ ഫസ്റ്റ് ടേം -1, ദെൻ നെക്സ്റ്റ് ടേം ഇറ്റ് വിൽ ബി -1/2. ഇനി അടുത്ത ടേം കണ്ടുപിടിക്കാൻ -1/2ൻ്റെ കൂടെ ഏത് ആഡ് ചെയ്യണം, അഗെയിൻ കോമൺ ഡിഫറൻസ് 1/2 ആഡ് ചെയ്യണം. നമുക്കറിയാം -1/2 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക, ഇറ്റ് വിൽ ബി 0. അപ്പോൾ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, 0. നെക്സ്റ്റ് ടേം കാണാൻ 0 പ്ലസ് 1/2. 0 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/2 തന്നെ അല്ലേ. അപ്പോൾ ആൻസർ ഏതൊക്കെ വരിക, -1, -1/2, 0, 1/2 എക്സിട്ര. ഇങ്ങനെയാണ് അതിലെ നെക്സ്റ്റ് ഫസ്റ്റ് 4 ടേംസ് വരെ. 5th ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്, നെഗറ്റീവ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ. യു ക്യാൻ ട്രൈ. Third main question, for the following APs write the first term and common difference. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എഴുതാനായിട്ട് പറയണം. സോ ഫസ്റ്റ് ടേം നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ 3, 1, -1, -3. ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഏതാ, 3. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതാ, D is equal to, കോമൺ ഡിഫറൻസ് കാണാനായിട്ട് A2 A1 മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ A3 A2 മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ A4 A3. ഒരു ടേമിൽ തൊട്ട് മുന്നത്തെ ഏത് ടേം വേണമെങ്കിലും മൈനസ് ചെയ്യാം. അപ്പോൾ ചെയ്യുകയാണെങ്കിൽ 1 - 3 നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1 - 3 വിച്ച് വിൽ ബി ഈക്വൽ ടു -2. അപ്പോൾ ആൻസർ വരിക, ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു, കറക്ഷൻ, ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 3 ആണ് കേട്ടോ, അവിടെ 3. ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 3 ആൻഡ് കോമൺ ഡിഫറൻസ് വിൽ ബി -2. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, -2. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയണം -5, -1, 3, 7 എക്സിട്ര. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം വരുന്നത് -5 അല്ലേ. അപ്പോൾ A ഈസ് ഈക്വൽ ടു -5. കോമൺ ഡിഫറൻസ് കാണാനായിട്ട് ഒരു ടേമിൽ നിന്ന് തൊട്ട് മുന്നത്തെ ടേം മൈനസ് ചെയ്യണം. D ഈസ് ഈക്വൽ ടു, നമുക്ക് ചെയ്യാൻ -1 -5. ഇതന്നെ ചെയ്യണമെന്നില്ല, ചെയ്യാൻ എളുപ്പത്തിന് 7 - 3 ചെയ്താലും മതി. ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. സോ -1, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എത്രയാ, പോസിറ്റീവായിട്ട് മാറും. 5 - 1, വാട്ട് ഇറ്റ് വിൽ ബി 4. അപ്പോൾ A ഈസ് ഈക്വൽ ടു -5, D വിൽ ബി ഈക്വൽ ടു 4. ഇങ്ങനെയാണ് നമ്മൾ ആ ടേം കണ്ടുപിടിക്കുക. സോ ദിസ് ഈസ് ദ വേ ടു ഫൈൻഡ് ഔട്ട് ദ ഫസ്റ്റ് ടേം ആൻഡ് ഓൾസോ കോമൺ ഡിഫറൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാൻ ഒരു ടേമിൽ നിന്ന് തൊട്ട് മുന്നത്തെ ടേം മൈനസ് ചെയ്താൽ മതി, ദാറ്റ്സ് ഓൾ. അതിൽ 2 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 4th മെയിൻ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറേ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പെട്ടെന്ന് പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ APs, if they form an AP, find the common difference D and write 3 more terms. First question, 2, 4, 8, 16 etc. Question, ഇതൊരു AP ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Is it an AP? അല്ല. What is the reason? 4 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആണ്. 8 - 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ്.
അപ്പോൾ അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് അത് എന്തല്ല, എ പി അല്ല. അപ്പോൾ 4 2 മൈനസ് ചെയ്താൽ 2 ആണ് കിട്ടുക. 8 4 മൈനസ് ചെയ്താൽ 4. ഇത് രണ്ടും ഈക്വൽ അല്ല. കോമൺ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് അതെന്തായിരിക്കില്ല, ഒരു എ പി അല്ല എന്ന് പറയാം. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ ഗിവൺ 2 5/2 3 7 എക്സെട്ര. 2 5/2 3 7/2 എക്സെട്ര. ഈ ഒരു പ്രോബ്ലത്തിൽ എ പി ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ വാട്ട് യു ഹാവ് ടു ഡു, ഇതുപോലെ തന്നെ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ആദ്യം D1 എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് D1 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതാ വരിക, 5/2 മൈനസ് 2 അല്ലേ. ചെയ്യുമ്പോൾ എൽ സി എടുക്കുമ്പോൾ 5 മൈനസ് 2 ഇൻറ്റു 2. വാട്ട് ഈസ് 2 ഇൻറ്റു 2? 4/2. 5 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് വരും. നെക്സ്റ്റ് കേസിൽ D2 കാണുകയാണെങ്കിൽ D2 ഈസ് ഈക്വൽ ടു ഇതായിരിക്കും വരിക 3 മൈനസ് ഇതൊന്ന് ഈ ടേം മൈനസ് ചെയ്യുകയാണെങ്കിൽ 3 മൈനസ് 5/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 3 6 മൈനസ് 5/2 വിച്ച് ഈസ് ഈക്വൽ ടു 5/2. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം D1 D2 ഓരോ കേസിലും കോമൺ ഡിഫറൻസ് എന്താ, സെയിം ആണ്. ഇതുപോലെ നെക്സ്റ്റും കാണാം. 7/2 3 മൈനസ് ചെയ്താൽ ഇതുപോലെ 1/2 തന്നെ വരുന്നുണ്ടാവും. അപ്പോൾ ദർ ഈസ് കോമൺ ഡിഫറൻസ്. ഏതാണ് ആ കോമൺ ഡിഫറൻസ്? 1/2. അപ്പോൾ ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. ഏതായിരിക്കും ആ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ ഇനി നെക്സ്റ്റ് ടേം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ നെക്സ്റ്റ് ടേം? ആദ്യത്തെ ടേം 2, നെക്സ്റ്റ് 5/2 3 7/2. നെക്സ്റ്റ് ടേം കാണണമെങ്കിൽ ഈ 7/2ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി, കോമൺ ഡിഫറൻസ്. വാട്ട് ഇസ് ദ കോമൺ ഡിഫറൻസ്? 1/2. 7 + 1 8/2. 8/2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 ആയിരിക്കും. നെക്സ്റ്റ് ടേം കിട്ടാനായിട്ട് 4ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി? 1/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ഇൻറ്റു 2 8 + 1 9/2. അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ ഈ ഓർഡറിൽ നമ്മൾ എഴുതി പോയാൽ മതി, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വാട്ട് ഇറ്റ് വിൽ ബി 9/2 + 1/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 10/2 വിച്ച് വിൽ ബി 5. അപ്പോൾ 4 വരും. നെക്സ്റ്റ് ടേം ഏതാ? 9/2 വരും. നെക്സ്റ്റ് ടേം ഏതായിരിക്കും? 5. അപ്പോൾ നെക്സ്റ്റ് 3 ടേംസ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ആൻസർ വരിക? 4 9/2 5. These are the 3 terms. Next 3 terms. അപ്പോൾ ഒരു കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 പറയുന്നത് -1.2 -3.2 -5.2 -7.2 എക്സെട്ര എന്ന് പറയുന്നത്. ഇവിടെ കോമൺ ഡിഫറൻസ് കാണാനായിട്ട് നോക്കിയാൽ നമുക്ക് ആദ്യത്തെ ടേം -1.2 ആണ്. നെക്സ്റ്റ് -3.2, നെക്സ്റ്റ് -5.2, നെക്സ്റ്റ് -7.2 എക്സെട്ര. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കണേ? D1 എന്ന് പറയുന്നത് -3.2 മൈനസ് -1.2 എന്നാണ് വരിക. എന്ന് പറഞ്ഞാൽ -3.2 മൈനസും കൂടി +1.2 എന്നാവും. എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യുമ്പോൾ 3.2 1.2 മൈനസ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് -2. അതാണ് D1 വരിക. D2 ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഇതുപോലെ തന്നെ D2 ഈസ് ഈക്വൽ ടു -5.2 മൈനസ് -3.2 എന്നാണ് വരിക. 2 മൈനസും കൂടി അത് എന്തായി മാറും? പ്ലസ് ആകുമ്പോൾ 3.2 ആയി. 5.2 3.2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം -2. അപ്പോൾ ഇവിടെ അറിയാം D1 ആദ്യത്തെ കേസിലെ ഡിഫറൻസും സെക്കൻഡ് കേസിലെ ഡിഫറൻസും തേർഡ് കേസ് ചെയ്താൽ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? -2 കിട്ടും. അപ്പോൾ അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. ഏതാണ് ആ കോമൺ ഡിഫറൻസ്? -2. അതുകൊണ്ട് അത് എന്താന്ന് പറയാം? ഇറ്റ് ഈസ് ആൻ AP. അതൊരു AP ആണെന്ന് പറയാം. ഇനി ഇതൊരു AP ആണെങ്കിൽ നെക്സ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ വെറുതെ ആഡ് ചെയ്ത് പോയാൽ മതി. നമുക്ക് ഡയറക്റ്റ് പറഞ്ഞുകൂടെ? -1.2 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാ? -3.2. നെക്സ്റ്റ് ഏതാ? -5.2. നെക്സ്റ്റ് -7.2 ആണെങ്കിൽ ഇനി വരുന്നത് ഏതായിരിക്കും? -9.2, -11.2, -13.2. 2 ആഡ് ചെയ്ത് പോയാൽ മതി. then you will get the next 3 terms 9.2, 11.2, 13.2 എക്സെട്ര. അങ്ങനെ ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ് അതിൽ കുറേ തന്നിട്ടുള്ളത്. 1-2 പ്രോബ്ലംസും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 5 ഒരു ഡിഫറെൻറ്റ് പ്രോബ്ലം ആയതുകൊണ്ട്
എക്സ്പ്ലെയിൻ ചെയ്യാം. 3 ആദ്യത്തെ ടേം, നെക്സ്റ്റ് 3 പ്ലസ് റൂട്ട് 2, നെക്സ്റ്റ് 3 പ്ലസ് 2 റൂട്ട് 2, നെക്സ്റ്റ് 3 പ്ലസ് 3 റൂട്ട് 2 എക്സെട്ര. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ D1 കോമൺ ഡിഫറൻസ് കാണാനായിട്ട് പറഞ്ഞാൽ 3 പ്ലസ് റൂട്ട് 2 എന്ന് ഫസ്റ്റ് ടേം ഏതാ 3 മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 3യും 3യും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി ഏതായിരിക്കും വരിക? റൂട്ട് 2 ആയിരിക്കും വരിക. അപ്പോൾ റൂട്ട് 3യും 3യും ഒരേപോലത്തെ ടേം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. D2 കാണുകയാണെങ്കിൽ അടുത്ത ടേം 3 പ്ലസ് 2 റൂട്ട് 2 ആണ് അല്ലേ. തേർഡ് ടേം എന്ന് ഏത് മൈനസ് ചെയ്യാം? സെക്കൻഡ് ടേം മൈനസ് ചെയ്യാം. മൈനസ് സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഏതാ? 3 പ്ലസ് റൂട്ട് 2 അല്ലേ. ബ്രാക്കറ്റ് ഇടുന്നത് 2 ടേം ആകുമ്പോൾ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ 3 പ്ലസ് 2 റൂട്ട് 2 ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3, മൈനസ് കൊണ്ട് ഈ ബ്രാക്കറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് റൂട്ട് 2 എന്നാവും. അവിടെ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, ഇറ്റ് ഈസ് മസ്റ്റ്. 3യും 3യും ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി 2 റൂട്ട് 2 മൈനസ് 1 റൂട്ട് 2 എന്നാണ് വരിക. 2 റൂട്ട് 2 മൈനസ് 1 റൂട്ട് 2 എന്ന് പറഞ്ഞാൽ ഏതാ? റൂട്ട് 2 ആണ്. അപ്പോൾ ഇവിടെയും കോമൺ ഡിഫറൻസ് ഏത് തന്നെയാണ് വരിക? റൂട്ട് 2. ഇതുപോലെ ഓരോ കേസിലും നിങ്ങൾ തൊട്ട് മുന്നത്തെ നമ്പർ മൈനസ് ചെയ്താൽ എല്ലായിടത്തും ഏതന്നെ വരും? റൂട്ട് 2 തന്നെ വരും. അങ്ങനെയാണെങ്കിൽ ദർ ഈസ് കോമൺ ഡിഫറൻസ്. ഏതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞത്? റൂട്ട് 2 ഈസ് ദ കോമൺ ഡിഫറൻസ്. ഇനി റൂട്ട് 2 കോമൺ ഡിഫറൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ടേം കാണാനായിട്ട് ഇങ്ങനെ എഴുതാം. ഇവിടെ 3 പ്ലസ് 2 റൂട്ട് 2 ആണ്. നെക്സ്റ്റ് 3 പ്ലസ് 3 റൂട്ട് 2 ആണെങ്കിൽ നെക്സ്റ്റ് ഏതായിരിക്കും വരിക? ഒരു റൂട്ട് 2 ആഡ് ചെയ്താൽ പോരെ? 3 റൂട്ട് 2ൻ്റെ കൂടെ ഒരു റൂട്ട് 2 ആഡ് ചെയ്താൽ 4 റൂട്ട് 2 ആവും. നെക്സ്റ്റ് ഏതാ വരിക? 3 പ്ലസ് ഒരു റൂട്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 5 റൂട്ട് 2. 3 അതുപോലെ തന്നെ അവിടെ നിൽക്കണം. റൂട്ട് 2 ഓരോന്ന് ആഡ് ചെയ്ത് എഴുതാം. വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ടേം? 3 പ്ലസ് 5ൻ്റെ കൂടെ ഒന്നും കൂടി ആഡ് ചെയ്താൽ 6 റൂട്ട് 2. അപ്പോൾ അടുത്ത നെക്സ്റ്റ് 3 ടേംസ് എന്ന് പറഞ്ഞാൽ ഏതാ? 3 പ്ലസ് 4 റൂട്ട് 2, 3 പ്ലസ് 5 റൂട്ട് 2, 3 പ്ലസ് 6 റൂട്ട് 2 എക്സെട്ര. ഇങ്ങനെ വേണം പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. ഇതിൽ നെക്സ്റ്റ് പേജിൽ 2 പ്രോബ്ലംസും കൂടി ചെയ്യാം. Question number 11. They given one problem like this. അതിന് മുമ്പ് 10th ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. A, 2A, 3A എക്സെട്ര. ഇതൊരു AP ആണെന്ന് ചോദിച്ചാൽ യെസ്. വൈ ഇറ്റ് ഇസ് എൻ AP? 2A എന്ന് 1A കുറച്ചാൽ A ആണ് അല്ലേ. 3A എന്ന് 2A മൈനസ് ചെയ്താൽ A. സോ ദർ ഈസ് എ കോമൺ ഡിഫറൻസ്. ഏതാണ് ആ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ A ആണ്. സോ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് നമ്പർ എന്ന് ചോദിച്ചാൽ 4A കഴിഞ്ഞാൽ നെക്സ്റ്റ് വിൽ ബി 5A. What will be next? 6A. Next it will be 7A, etc. So you can very easily do this problem. Question number 11. If you ask how to do, I shall explain question number 11, which is little different. A square, A cube, A raised to 4, etc. If you D1 എന്ന് പറഞ്ഞ കോമൺ ഡിഫറൻസ് ഫസ്റ്റ് 2 ടേംസിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ what you will be doing is A സ്ക്വയർ മൈനസ് A. സെക്കൻഡ് ടേം നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യണം അല്ലേ. ഇത് 2 ടേമുകളും സിമിലർ ടേംസ് അല്ല, ലൈക്ക് ടേംസ് അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? മൈനസ് ചെയ്യാൻ കഴിയില്ല. സോ വാട്ട് യു ക്യാൻ റൈറ്റ് ഈസ് ഓൺലി A സ്ക്വയർ മൈനസ് A. ഇത്ര മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. D2 കാണാനായിട്ട് തേർഡ് ടേം നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യുമ്പോൾ A ക്യൂബ് മൈനസ് A സ്ക്വയർ. ഇതും നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല, കാരണം രണ്ടും ഡിഫറെൻറ്റ് ടേംസ് ആണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ D1ഉം D2ഉം എന്താവില്ല? ഈക്വൽ ആവില്ല, രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് ഇതെന്തല്ല? AP അല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ AP. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ AP ആണെന്ന് വിചാരിക്കും. ഇവിടെ ഏടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അല്ല, എന്താ വേണ്ടത്? അഡീഷൻ വന്നാലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? AP എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ AP. ഇതൊരു AP അല്ല. വേറൊരു ക്വസ്റ്റ്യൻ കൂടി പറയാം. റൂട്ട് 2, റൂട്ട് 8, റൂട്ട് 18 എക്സെട്ര. ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇതൊരു AP ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് യു ഹാവ് ടു ഡു ഈസ് റൂട്ട് 32. ഇവിടെ D1 കാണുമ്പോൾ റൂട്ട് 8 മൈനസ് റൂട്ട് 2, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ
√8 മൈനസ് √2 എന്നാണ് വരിക. √8നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഫാക്ടറൈസ് ചെയ്യാം. 2, 4, 2, 2 എന്ന് പറഞ്ഞാൽ √2 × 2 × 2 ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. മൈനസ് √2 നമുക്കറിയാം 2 × 2 എന്ന് പറഞ്ഞാൽ 1 2 ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. ഒരു പെയറിൽ നിന്ന് ഒരു 2 പുറത്തെടുക്കുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 √2 മൈനസ് √2. അതായത് 2 × 2 ഒരു പെയറിൽ നിന്ന് ഒരു 2നെ കോമൺ ആയിട്ട് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 √2 മൈനസ് √2. വാട്ട് ഈസ് 2 √2 മൈനസ് 1 √2? ഇറ്റ് വിൽ ബി √2. അപ്പോൾ D1 വിൽ ബി √2. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ √2 ആയിരിക്കും. അത് കിട്ടാനായിട്ട് √8നെ ആദ്യം നമ്മൾ 2 √2 എന്നുള്ള ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അത് മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് D2 കാണാനായിട്ട് √18 √8 മൈനസ് ചെയ്യണം അല്ലേ. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ √18നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 18 എന്ന് പറഞ്ഞാൽ 2, 9, 3, 3. അതായത് 2 × 3 × 3 അങ്ങനെയാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 8നെ നമ്മൾ ഓൾറെഡി നേരത്തെ എഴുതി 2 × 2 × 2. ഇതിലൊരു പെയർ 3 വരുന്നുണ്ട്. അതിൽ നിന്ന് 3 പുറത്തെടുക്കുകയാണെങ്കിൽ 3 √2 എന്ന് എഴുതാം. ഇതിൽ പെയർ 2 പുറത്തെടുക്കുകയാണെങ്കിൽ 2 √2 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ 3 √2 മൈനസ് 2 √2. ബാക്കി എത്രയായിരിക്കും വരിക? √2. അപ്പോൾ ഇവിടെ D2 എന്ന് പറയുന്നത് ഏതാ വരിക? √2 തന്നെയാണ് വരിക. അപ്പോൾ ഇതിങ്ങനെ സിംപ്ലിഫൈ ചെയ്താലാണെന്ന് മനസ്സിലാവുള്ളൂ. ദർ ഈസ് എ കോമൺ ഡിഫറൻസ്. ഇതുപോലെ തന്നെ 32നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 5 ടൈംസ് എഴുതാം. അപ്പോൾ 4 √2 എന്ന് എഴുതാം. അപ്പോൾ ഇത് 4 √2 ആണ്, ഇത് 3 √2 ആണ്, ഇതേതാ 2 √2 ആണ്, ഇതേതാ √2 ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആക്ച്വലി ഏത് ഫോമില്ല? √2, 2 √2, 3 √2, 4 √2 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അത് വേറൊരു ഫോമിൽ തന്നു മാത്രം. അപ്പോൾ അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? വി ഹാവ് √2 അല്ലേ. 1 √2ൻ്റെ കൂടെ √2 ആഡ് ചെയ്താൽ 2 √2 കിട്ടും. 2 √2ൻ്റെ കൂടെ ഒരു √2 ആഡ് ചെയ്താൽ 3 √2 കിട്ടും. 3 √2ൻ്റെ കൂടെ 1 √2 ആഡ് ചെയ്താൽ 4 √2 കിട്ടും. അപ്പോൾ അവിടെ കോമൺ ഡിഫറൻസ് ഏതാ? √2. ഇനി നെക്സ്റ്റ് 3 ടേംസ് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതാം? നെക്സ്റ്റ് വിൽ ബി 5 √2, 6 √2, 7 √2 ഇങ്ങനെയല്ല വരാം. ഇനി നമ്മൾ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക. 2 √2നെ 8 കിട്ടാനായിട്ട് നോക്കുക. 2ൻ്റെ സ്ക്വയർ 4 × 2 ആണ് 8 അല്ലേ. അങ്ങനെ ആലോചിച്ച് നോക്കി. 3യുടെ സ്ക്വയർ 9 × 2 എത്രയാ? 8. 4ൻ്റെ സ്ക്വയർ 16 × 2 32. അപ്പോൾ അടുത്ത ഏതാ വരിക? 5ൻ്റെ സ്ക്വയർ 25 × 2 എത്രയായിരിക്കും വരിക? 50. നെക്സ്റ്റ് 6ൻ്റെ സ്ക്വയർ 36 × 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 72. നെക്സ്റ്റ് 7ൻ്റെ സ്ക്വയർ 49 × 2 എത്ര വരിക? 98. അപ്പോൾ ഇതിനെ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആലോചിക്കുക. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു പെയറിന് പെയർ വന്നാൽ ഒരു പ്രാവശ്യം എഴുതുമെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സ്ക്വയർ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. 5 √2നെ എഴുതുമ്പോൾ 5 സ്ക്വയർ × 2 അതായത് 25 × 2 അങ്ങനെയാണ് റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ നെക്സ്റ്റ് 3 ടേംസ് ചോദിച്ചാൽ √50, √72, √98 അങ്ങനെ എഴുതാം. അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കേണ്ട ഈ പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്താലാണ് അതിന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. √18നെ സിംപ്ലിഫൈ ചെയ്ത് ചെയ്യണം, എന്നാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് ഓൾമോസ്റ്റ് വി കംപ്ലീറ്റഡ്. അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. പ്രോബ്ലംസ് ചെയ്യാനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ല. ആദ്യം മനസ്സിലാക്കേണ്ട എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, ഡി ഈസ് ദ കോമൺ ഡിഫറൻസ്. എയുടെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നെക്സ്റ്റ് ടേം കിട്ടും. ഇതാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്നത്. ഇനി ഒരു എ പി ആവാനായിട്ടുള്ള കണ്ടീഷൻ ദർ ഷുഡ് ബി കോമൺ ഡിഫറൻസ്. Hope it's very beneficial for you. Don't forget to subscribe. Thank you.